വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് ചടങ്ങുകൾക്കായി കാൽനാട്ടി. വൈക്കം കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രിമാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഐതിഹ്യ പെരുമയേറിയ ചടങ്ങാണ് 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന വടക്കുപുറത്ത് പാട്ട്. ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി 12 ദിവസം പാട്ടും പാട്ടുകാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണിത്. ഇതിനു മുന്നോടിയായുള്ള കാൽനാട്ട് കർമ്മം വൈക്കം ക്ഷേത്രത്തിന്റെ വടക്കേ തിരുമുറ്റത്ത് നടന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി TM ശങ്കരൻ നമ്പൂതിരി, വൈക്കം ക്ഷേത്രത്തിലെ തന്ത്രിമാരായ ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി, കിഴക്കിനെടുത്ത് മേക്കാട് മാധവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. കാൽനാട്ടിനായി കരുതിയ പ്ലാവിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രി പൂജിച്ചു നൽകിയ വാളുമായി വെളിച്ചപ്പാട് 3 പ്രാവശ്യം കുത്തി. നിലം തൊടാതെ മുറിച്ചെടുത്ത മരം ആർപ്പുവിളികളുടെയും കുരവകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഭക്തർ തോളിലേറ്റി ആഘോഷപൂർവ്വം ക്ഷേത്രത്തിലെത്തിച്ചു. കാൽനാട്ടിയ വൃക്ഷത്തിലേക്ക് കൊടുങ്ങല്ലൂർ തന്ത്രി ശങ്കരൻ നമ്പൂതിരി ദേവീ ചൈതന്യം ആവാഹിച്ചു വരുത്തുന്ന വിശേഷാൽ പൂജകളും നിവേദ്യങ്ങളും നടത്തി. ധ്വജത്തിൽ ശ്രീ കുരുമ്പ എഴുന്നള്ളിയിരിക്കുന്നുവെന്നാണ് വിശ്വാസം. വടക്കുപുറത്തുപാട്ട് തീരുന്നതുവരെ ഇവിടെ ദീപം തെളിയിച്ച് വിശേഷാൽ പൂജകളും നിവേദ്യവും നടത്തും. മാർച്ച് 17 മുതൽ ഏപ്രിൽ 12 വരെയുള്ള തീയതികളിൽ 27 നക്ഷത്രങ്ങളിലായിട്ടാണ് കോടിയർച്ചന നടക്കുന്നത്. ഒരു ദിവസം ഒരു അർച്ചന എന്ന ക്രമത്തിൽ 27 ദിവസമായിട്ടാണ് കോടിയർച്ചന ക്രമീകരിച്ചിരിക്കുന്നത്. കോടിയർച്ചനയുടെ സമാപന ദിവസം വൈക്കത്തമ്മൻ സഹസ്രകലശത്തോടു കൂടിയാണ് ഈ ചടങ്ങുകളുടെ സമാപനം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വ്യാഘ്രപാത തറയ്ക്ക് മുൻവശം പ്രത്യേകം തയ്യാറാക്കുന്ന മണ്ഡപത്തിൽ മാർച്ച് 17 ആരംഭിക്കുന്ന കോടിയർച്ചന ഏപ്രിൽ 13 സഹസ്രകലശത്തോടെ സമാപിക്കും. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടക്കുക. ജനം, കോട്ടയം.